السلام عليكم ورحمة الله وبركاته. الحمد لله وعليكم السلام ورحمة الله وبركاته. الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقاء جديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في الدرس 97 من سلسلة فهم القرآن على أيسر الطريق. ഖുർആൻ പഠനത്തിന്റെ എളുപ്പവഴിയുടെ 97ാമത്തെ സെഷനിലേക്ക് നിങ്ങൾക്ക് 97ാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. ഇതിൽ നമ്മൾ നാസിഅത്തിന്റെ അവസാന ഭാഗമാണ് പഠിക്കേണ്ടത്, 97ാമത്തെ പാഠം. അപ്പൊ ഇതില് നേരത്തെ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. പലരും അവർക്കറിയാത്ത വാക്കുകൾ കൊടുത്തിരിക്കുന്നത് 2 or 3 വാക്കുകൾ മാത്രമാണ് അറിയാത്തതുള്ളത്. 2 വാക്ക് അറിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? 27ൽ 25 അറിയാമെന്നാണ്. 27ൽ 25 എത്ര ശതമാനമായി? 27ൽ 25 ആയപ്പോ %92. നമ്മളിവിടെ പറയുന്നത് പഠിച്ചില്ല. ശതമാനം നോക്കാൻ പുതിയ ബുക്ക് വായിച്ചാൽ മതി. പുതിയ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെ ശതമാനം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു തന്നു, വളരെ എളുപ്പം. പക്ഷെ എനിക്ക് മനസ്സിലായില്ല. നിങ്ങളെ കയ്യിൽ മൊബൈൽ ഉണ്ട്, മൊബൈൽ എടുത്തിട്ട് എന്ത് ചെയ്യാ? ഇതില് പറഞ്ഞിട്ടുണ്ട് എത്ര വാക്ക്, 27 വാക്കുണ്ട്. എണ്ണി നോക്കാൻ നമുക്ക് 27 വാക്ക്. എത്ര വാക്കാണ് നമുക്ക് കിട്ടാത്തത്? അല്ലെങ്കിൽ എത്ര വാക്ക് നമുക്കറിയും? 25 വാക്ക് നമുക്കറിയാം. 25 നമുക്കറിയും. നമുക്ക് അറിയുന്ന വാക്കിനെ ആകെ വാക്കുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കണം. നമ്മൾ സാധാരണ 100നെ 5 കൊണ്ട് ഹരിക്കും. അപ്പൊ വലിയ സംഖ്യ ചെറിയ സംഖ്യ കൊണ്ടായിരിക്കും. ഇവിടെ അങ്ങനെയല്ല ഉണ്ടാവുക. ഇവിടെ ഉണ്ടാവുക കുറച്ച് നമുക്കറിയാം, കൂടുതൽ വാക്കുകൾ ഉണ്ട്. അപ്പൊ കുറഞ്ഞ സംഖ്യയെ വലിയ സംഖ്യ കൊണ്ടാണ് ഹരിക്കുന്നത്. അത് നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്ററോ അല്ലെങ്കിൽ മൊബൈലോ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. മൊബൈലിൽ കാൽക്കുലേറ്റർ എടുക്കുക. അപ്പൊ ഞാൻ നോക്കിയത് 25 ഹരിക്കണം 27 എന്നടിച്ചാൽ ഉത്തരം കിട്ടി. വേറെ ഒരു പണിയുമില്ല. പിന്നെ അതിനെ 100 കൊണ്ട് ഗുണിക്കണം. ആകെയുള്ള വാക്കിനെ അറിയുന്ന വാക്കുകൊണ്ട്, അറിയുന്ന വാക്കിനെ ആകെയുള്ള വാക്ക് കൊണ്ട് ഹരിക്കണം. ഇപ്പൊ നോക്കാം, 27 വാക്ക് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് 25 വാക്ക് അറിയാം. ആദ്യം മൊബൈൽ എടുത്തിട്ട് കാൽക്കുലേറ്റർ എടുക്കണം. കാൽക്കുലേറ്റർ എടുത്തിട്ട് 25 ബാക്കിയൊന്നും നിങ്ങൾ കണക്ക് കൂട്ടാനാണ് പറഞ്ഞാൽ മൊബൈൽ എടുത്തിട്ട് ഒരു പണിയില്ല. കണക്ക് കൂട്ടുന്നതിൽ പോയാൽ വേറെ പണി കിട്ടും. കണക്ക് പഠിപ്പിക്കലല്ല നമ്മുടെ വിഷയം. മൊബൈൽ എടുക്കുന്നു, മൊബൈൽ കാൽക്കുലേറ്റർ ഉണ്ട്, കാൽക്കുലേറ്റർ എടുക്കുന്നു, അതിൽ 25 എന്ന് ടൈപ്പ് ചെയ്യുക. 25 എന്ന് ടൈപ്പ് ചെയ്യുന്നു, ഹരിക്കണം, ഹരണത്തിന് ചിഹ്നം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 27 അടിക്കുക. അപ്പൊ എന്തായി? 0.92 എന്ന് കിട്ടും. 0.925992 ഇങ്ങനെ നമുക്ക് 2 സംഖ്യ മതി. ദശാംശം കഴിഞ്ഞിട്ട് നമുക്ക് 2 സംഖ്യ മതി. അപ്പൊ ഇപ്പൊ കിട്ടിയ എന്താ? 0.92 എന്നാണ് കിട്ടിയതെങ്കിൽ അതിനെ 100 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ശതമാനം കിട്ടുക.
അതിനെ 100 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ശതമാനം കിട്ടുക. കണക്ക് മാസം ഉണ്ടെങ്കിൽ കണക്ക് മാസം ചോദിച്ചാൽ കറക്റ്റ് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ മൊബൈലിൽ പണി ചെയ്യുകയാണെങ്കിൽ 0.92 കിട്ടിയാൽ അതിന്റെ അർത്ഥം 92% എന്നാണ്. 92% നമുക്കറിയാവുന്ന 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 92 കിട്ടും. നമ്മളിവിടെ പറയുന്നത് 96ാമത്തെ പാഠം കഴിഞ്ഞാൽ 81% കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ പോയാലും 22 കൂട്ടി വെക്കാം. 22 ആയാലും 22 കൊണ്ട് വിളിച്ചാൽ 22 വാക്കായാലും 81%. 22 വാക്ക് കിട്ടിയാലും മതി നമുക്ക്. 27 വാക്കിൽ 22 വാക്ക് കിട്ടിയാലും നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ആയി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾക്ക് കിട്ടിയവർക്കെല്ലാം 3 വാക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി? 24 ആയി. 24 ആയപ്പോഴും 88%. ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك عن الساعة أيان مرساها فيما أنت من ذكراها إلى ربك منتهاها إنما أنت منذر من يخشاها كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها. ويسألونك عن الساعة. നിങ്ങൾക്ക് അറിയാത്ത വാക്കെന്താണ്? ഒന്ന് അയ്യാന. പിന്നെ ഞാൻ എന്തായിരുന്നു നിർദ്ദേശം പറഞ്ഞത്? അറിയാത്ത വാക്ക് എഴുതി സ്കാൻ ചെയ്ത് JPG ചെയ്താണ് പറഞ്ഞത്. പറയുന്നതെല്ലാം കൃത്യമാണ്. ആവശ്യമുള്ള പണിയേ പറയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ അല്ല മൊബൈലിൽ ഇങ്ങനെ അക്ഷരങ്ങളൊക്കെ തപ്പിച്ച് ചെയ്താൽ അയ്യാനയുടെ ഹംസ എവിടെ? അയ്യാനെ ടൈപ്പ് ചെയ്ത ആൾക്ക് ഹംസ കിട്ടിയോ? കിട്ടിയില്ല. അപ്പൊ എന്തായി? ഒരു തെറ്റ്. മുൻതഹ എന്ന് എഴുതിയ ആൾ അവസാനം എന്തിട്ട്? ഹായിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ട് തെറ്റ്. അപ്പൊ അതിലേക്ക് പോകണ്ട. നമ്മൾ ഈ പറഞ്ഞെന്ന് പറഞ്ഞാൽ കൈകൊണ്ട് പണിയെടുക്കുന്നത് തലച്ചോറിൽ കയറാൻ വേണ്ടിയാണ്. പണ്ട് എന്താണ് എഴുതി പഠിക്കാൻ പറയും. എഴുതി പഠിക്കാൻ പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് പഠിക്കാന്നല്ല എൻ്റെ അർത്ഥം. എഴുതി പഠിക്കാൻ പറഞ്ഞാൽ എഴുതി പഠിക്കണം. ഉസ്താദ് പറഞ്ഞത് ലംഘിച്ചു വന്നത് വേറെ തെറ്റ്. അപ്പൊ 3 തെറ്റായി. ഉസ്താദ് എന്ത് പറഞ്ഞു? എഴുതി സ്കാൻ ചെയ്ത് ഗ്രൂപ്പിലിടാനാണ് പറഞ്ഞത്. JPG ഇപ്പൊ പറയാൻ പറ്റുമെന്ന്. JPG എപ്പോഴും പറയും. അപ്പൊ അതിൽ തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഹംസിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ കൈകൊണ്ട് എഴുതുന്നത് തലച്ചോറിൽ കയറും. അതിനുവേണ്ടിയാണ് കൈകൊണ്ട് എഴുതാൻ പറയുന്നത്. 2, എനിക്ക് അതിൽ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് JPG ആയിട്ട് ചെയ്യാൻ പറ്റും പറയുന്നത്. ശരി. അപ്പൊ മുൻതഹ ഒരു വാക്ക് അറിയാത്തത്. പിന്നീട് അയ്യാൻ അറിയില്ല, മൊർസ അറിയില്ല. ഇത്രയാണ് അറിയാത്ത വാക്ക്. 3 വാക്കാണ് അറിയാത്തത്. വേറെ ഏതെങ്കിലും വാക്ക് അറിയാതെ ഉണ്ടോ? ഓക്കെ. സാഅത്തിന് എന്താ അർത്ഥം? സമയം. മണിക്കൂർ എന്ന അർത്ഥമുണ്ട്. മണിക്കൂർ എന്ന അർത്ഥമുണ്ട്. അതേപോലെ സാഅത്തിന് വാച്ച് എന്ന അർത്ഥമുണ്ട്. സമയം എന്ന അർത്ഥമുണ്ട്. ആ അർത്ഥത്തിലാണ് ഇവിടെ അസ്സാഅത്തു എന്ന് പറഞ്ഞാൽ ആ സമയം. ഏത് സമയമാണ് ആ സമയം? അന്ത്യസമയം. ആ അന്ത്യസമയം എന്നത് ടെക്നിക്കൽ വാക്കാണ്. സാങ്കേതിക അർത്ഥത്തിലാണ് അന്ത്യനാൾ എന്ന് പറയുന്നത്. ഭാഷാർത്ഥത്തിൽ മണിക്കൂറെന്നും വാച്ചെന്നൊക്കെയാണ് അർത്ഥം. സമയം എന്നും അർത്ഥം. കമിസ എന്ന് ചോദിക്കും. കമിസ എന്ന് ചോദിച്ചാൽ മണി എത്രയായി എന്നാണ്. സമയം എത്രയായി. സാഅത്തി ജമീലത്തുൻ എന്ന് പറയും. എന്റെ വാച്ച് വളരെ മനോഹരമാണ്. അപ്പോ വാച്ച് എന്നും അർത്ഥമുണ്ട്. സമാന സാഅത്ത് എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ എന്നാണ്. സാഅ വാഹിദ എന്ന് പറഞ്ഞാൽ 1 മണി എന്നാണ്. സാഅ സിന്തൈൻ എന്ന് പറഞ്ഞാൽ 2 മണി എന്നാണ്. സാഅ സലാസ എന്ന് പറഞ്ഞാൽ 3 മണി എന്നാണ്. അതേസമയം
സലാസ സആത്ത് എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ എന്ന്. മണിക്കൂറൊന്നും മണിയൊന്നും സമയം എന്നൊക്കെ അർത്ഥമുണ്ട്. ഖുറാനില് മിക്കവാറും സ്ഥലങ്ങളിൽ വന്നിരിക്കുന്നതല്ല അസ്സാഅത്ത് എന്നാണ് അന്ത്യനാളിനെ കുറിച്ചാണ്. അപ്പൊ അത് ഖുറാന്റെ സാങ്കേതിക ഭാഷ സാങ്കേതിക പ്രയോഗത്തിലാണ് അങ്ങനെ അർത്ഥം വരുന്നത്. യസ്അലൂന ക. അപ്പൊ ക എന്താണ്? എന്ത് സ്ഥാനത്തേക്കാണ്? യസ്അലൂന ക എന്ത് സ്ഥാനത്തേക്കാണ്? കർമ്മത്തിന്റെ കർമ്മം. യസ്അലൂന അവർ ചോദിക്കുന്നു ക എന്നോട്. അനിശാഅത്തി അബൌട്ട് ദ ഫൈനൽ ഡേ, അന്ത്യനാളിനെ കുറിച്ച്. അയ്യാന എന്ന് പറഞ്ഞാൽ എപ്പോൾ. അയ്യാനെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. എപ്പോൾ. കഴിഞ്ഞ ക്ലാസ്സില് ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ അയ്യാന വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എന്താ അയ്യാന അറിഞ്ഞില്ലെന്ന് പറഞ്ഞാരാ? ഞാൻ തന്നെ. അപ്പൊ കഴിഞ്ഞ പാഠം പഠിച്ചില്ല. പഠിച്ചോണ്ടിരുന്നു അയ്യാന കൃത്യമായിട്ട്. അയ്യാന പഠിപ്പിച്ചു എന്തെങ്കിലും ഓർമ്മയുണ്ട്. അതിന്റെ നോട്ട്ബുക്കിൽ എഴുതി വെക്കാനും പറഞ്ഞു. ഇത് വെച്ച് ചെയ്തിരുന്നു. കളർ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുതിയില്ല. എഴുതിയില്ല. മറ്റേക്ക് ഒന്നായിട്ട് എഴുതിയിട്ടുള്ളൂ. ഉസ്താദ് പറയുന്നതൊക്കെ എന്താണോ അതെല്ലാം ഉപയോഗമുള്ളതാണ്. നിങ്ങളെ മെനക്കെടുത്താൻ വേണ്ടിയാണെന്ന് വിചാരിക്കരുത്. ഉപയോഗമുള്ളതാണ്. 7 ദിവസം ഉണ്ട്. 7 ദിവസത്തിൽ ഒരു വാക്ക് എഴുതിയാലും മതി, ഒരു 2 വാക്ക് എഴുതിയാലും മതി. മുർസ എന്ന് പറഞ്ഞാൽ സംഭവിക്കൽ. കേട്ടാ. അർസ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു നിർത്തി. അർസ നമ്മള് പഠിച്ചു. അർസ എവിടെ പഠിച്ചു? നമ്മള് 93-ലോ. അപ്പൊ മുർസ എന്ന് പറഞ്ഞാൽ അത് നങ്കൂരമിടൽ അല്ലെങ്കിൽ അത് തങ്ങൽ എന്നൊക്കെ സംഭവിക്കൽ എന്നാണല്ലോ. അർസ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു നിർത്തി. അപ്പൊ ഉറപ്പിച്ചു നിർത്തി എന്ന് പറയുമ്പോൾ അത് ഉറച്ചു നിൽക്കൽ എന്ന അർത്ഥത്തിലാണ് മുർസ ഉപയോഗിക്കുന്നത്. മുർസാഹ അതിന്റെ ഉറച്ചു നിൽക്കൽ, അതിന്റെ സംഭവിക്കൽ. അയ്യാന മുർസാഹ എപ്പോഴാണ് അത് സംഭവിക്കൽ? അപ്പൊ അതൊരു പരിഹാസദ്യോതകമായ ചോദ്യമാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഫീമ അൻത. ഫീമ എന്തിലാണ്. ഫീമ അൻത നീ. മിൻ ദിക്റാഹ. ദിക്റ ഓർമ്മിക്കൽ. അതിനെ കുറിച്ച് ഓർമ്മിക്കുന്നതിൽ അല്ലെങ്കിൽ പരാമർശിക്കുന്നതിൽ. ദിക്ർ എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കൽ, പറയൽ, പരാമർശിക്കൽ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ഫീമയുടെ അർത്ഥം എന്താ? അവസ്ഥ. ഫീമ അറിയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നു? ഒരാൾ പറഞ്ഞു. അപ്പൊ ഒരാൾക്ക് വേണ്ടി മാത്രം പറഞ്ഞുതരാം. മാ എന്ത്? ഫീയിൽ. ഫീമ എന്തിൽ. അൻത നീ. ദിക്റ നീ എന്തിലാണ്. നീ എന്തിലാണെന്ന് പറഞ്ഞാൽ നിനക്കെന്ത് കാര്യം പറയാൻ, നിനക്കെന്ത് അവകാശം പറയാൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. സംഭാഷണത്തിന്റെ ശൈലി ഇങ്ങനെ മാറുമ്പോൾ അർത്ഥം, ആശയങ്ങളൊക്കെ മാറുമല്ലോ. ഫീമ അൻത മിൻ ദിക്റ. ദിക്റ എന്നത് ഇവിടെ എന്താണ്? പരാമർശിക്കുക എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ദക്കർതു ലക്ക എന്ന് പറയും. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പരാമർശിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. ഓർമ്മിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ദിക്റ എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കലല്ല, അതെന്താണ്? പറയൽ, പരാമർശിക്കല്ല. അൻത മിൻ ദിക്റ അതിനെക്കുറിച്ച് പറയാൻ നിനക്കെന്ത് അവകാശം എന്ന് അള്ളാഹ് ആരോട് ചോദിക്കുകയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. യസ്അലൂനക നിന്നോട് അവർ ചോദിക്കുന്നു. അപ്പൊ എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചു എപ്പോഴാണ് അന്ത്യനാളിലെന്ന്. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് ചോദിക്കുകയാണ്, നിനക്കെന്താ അധികാരം പറഞ്ഞു കൊടുക്കാൻ? നിന്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല അവര് എന്നാണ്. അത് പറയാൻ നിനക്കൊരു അവകാശമില്ല. ഇലാ റബ്ബിക മുൻതഹ. മുൻതഹ അറിയത്താർക്കാ? മുൻതഹ ഞാൻ അറിയില്ലായിരുന്നു. ഷജറത്തുൽ മുൻതഹ എന്ന് കേട്ടിട്ടുണ്ടോ? മുൻതഹ എന്ന് പറഞ്ഞാല് അവസാനം. അവസാനം.
എന്തേനി ജന്നത്തുൽ ഹുദി ഷജറത്ത് ഷജറത്തുൽ മുൻതഹ, ഉം. അങ്ങേയറ്റത്തെ വൃക്ഷം അവസാനത്തെ ഷജറത്ത്, വൃക്ഷം അവസാനത്തെ ഷജറത്ത്. അപ്പം മരം തേടി പോകുമ്പോ സ്വർഗത്തിലെ അവസാനത്തെ മരം മുൻതഹ, ഷജറത്തുൽ മുൻതഹ എന്ന് പറയും. അപ്പൊ അതേപോലെ ഇവിടെ മുൻതഹ എന്ന് പറഞ്ഞാൽ അന്ത്യം. ഇലാ റബ്ബിക മുൻതഹ ഹ, അതിന്റെ അന്ത്യം, അതിന്റെ അന്ത്യം ചെന്നെത്തുന്നത്, ആ ചോദ്യത്തിന്റെ അന്ത്യം ചെന്നെത്തേണ്ടത് ഇലാ റബ്ബിക, നിന്റെ രക്ഷിതാവിലേക്കാണ്. ഇൻതഹ എന്നുള്ള വേർഡാണ് അത്. ഇൻതഹ എന്ന് പറയുന്ന പോലെ. ഇൻതഹയുടെ അർത്ഥം എന്താ? ഇൻതഹയുടെ ഇൻതഹ നമ്മൾ പട്ടി പഠിച്ചായിരുന്നു. വിരമിക്കലല്ലേ, വിരമിക്കലാണോ? ഇൻതഹ അവസാനിച്ചു. അവസാനിച്ചു. അപ്പൊ മുൻതഹ എന്ന് പറയുമ്പോ എന്തായിരിക്കും അതിന്റെ അർത്ഥം, അതിന്റെ രൂപം? പര്യവസാനം, അല്ല, അതിന്റെ ഏത് രൂപമായിരിക്കും? കർത്താവ്, കർത്താവിന് അവസാനത്തിന് മുമ്പ് എന്താ വരേണ്ടത്? മുന്തഹിൻ. കർത്താവിന് അവസാനത്തിന് മുമ്പിൽ കെസറ വരേണ്ടത്. കെസറാണ് അപ്പം മുൻതഹ എന്ന് പറഞ്ഞാൽ അപ്പൊ കർമ്മായിരിക്കും. കർമ്മമായിരിക്കും. എന്തായിരിക്കും അതിന്റെ അർത്ഥം? മഫ്ഊല്. അപ്പൊ എന്തായിരിക്കും അതിന്റെ അർത്ഥം? ഇസ്മുൽ മഫ്ഊൽ എന്നിട്ടാ. ഇസ്മുൽ മഫ്ഊൽ. മഫ്ഊൽ വരുമ്പോ ഇൻതഹ അവസാനിച്ചു, മുൻതഹൻ അവസാനിക്കപ്പെടുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ചെന്നെത്തേണ്ടത്, ചെന്നെത്തേണ്ടെന്നാണ്. ആർക്കാണ് മുൻതഹ? അങ്ങേയറ്റം, അങ്ങേയറ്റം അല്ലെങ്കിൽ ചെന്നെത്തേണ്ട സ്ഥാനം എന്ന അർത്ഥത്തിലാണ് മുൻതഹ വരുന്നത്. ചെന്നെത്തേണ്ട സ്ഥാനം. ചെന്നെത്തപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? അവസാനിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അവസാനിച്ചത് എവിടെ വെച്ചാണോ അവിടെ, ആ അർത്ഥത്തിലും വരും. ഇസ്മു മക്കാനും ഇസ്മു മഫ്ഊൽ ഉപയോഗിക്കും കേട്ടാ. അപ്പൊ ആ അർത്ഥത്തിലാണ് മുൻതഹ ഉപയോഗിച്ചത്, ചെന്നെത്തുന്ന സ്ഥലം. ഇലാ റബ്ബിക മുൻതഹ, റബ്ബിന്റെ അടുക്കിലേക്കാണ് അത് ചെന്നെത്തേണ്ടത്. നിന്റെ റബ്ബിന്റെ അടുക്കിലേക്കാണ് അതിന്റെ അന്ത്യം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള വിവരം റബ്ബാണ് പറഞ്ഞു തരേണ്ടത്. റബ്ബിനോട് ചോദിക്കുക, റബ്ബ് പറഞ്ഞു തരും. ഇന്നമ അൻത മുൻദിറു മാൻ യഖ്ശാഹ. ഇന്നമ അൻത എന്തായിരിക്കും അർത്ഥം? ഇന്നമ അൻത നിശ്ചയമായും അത് അതാണോ? നീ ഇന്നമ മാത്രമാണ്. ഇന്നമ അൻത നീ മാത്രമാണ്. എന്ത് മാത്രമാണ്? മുൻദിർ, മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. അല്ല നീ ഒറ്റയ്ക്കാണെന്നല്ല എന്റെ അർത്ഥം. ഇന്നമ കഴിഞ്ഞാൽ രണ്ട് ഭാഗം വരും. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അപ്പോ നീയത്തനുസരിച്ച് മാത്രമാണ് പ്രവർത്തനങ്ങൾ. ഇന്നമ അൻത മുൻദിറു, നീ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. മുൻദിറിന്റെ ഫേല് മാവി എന്താണ്? അൻസറ. മാഷാ അല്ലാഹ്. അപ്പൊ മുൻദിറിന് എന്ത് പേര് പറയും? അൻസറയുടെ എന്താണ് മുൻദിർ? അതിനെ ഭയപ്പെടുന്നത്. ഏതൊരുവൻ അതിനെ ഭയപ്പെടുന്നുവോ അവന് മുന്നറിയിപ്പ് നൽകലാണ് എന്റെ പണി. അല്ലാതെ ഇന്ന ദിവസം അന്ത്യനാൾ സംഭവിക്കുമെന്ന് പറയലേ അല്ല എന്റെ പണി എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. താങ്കളുടെ പണി അതിന് ഭയപ്പെടുന്നവന് മുന്നറിയിപ്പ് നൽകുക. അപ്പൊ ഈ പറയുന്നത് ആരാ പറയുന്നത്? അല്ലാഹ് പറയുന്നു. ഖുർആൻ പറയുന്നത് മുഴുവൻ അല്ലാഹയാണ്. ഏതെങ്കിലും സന്ദർഭത്തിൽ നമുക്ക് പറയുന്നത് ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അല്ലാഹയാണ് പറയുന്നത്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ആര് പറയുന്നു? അല്ലാഹ്. അപ്പൊ അതേപോലെയാണ് ഇവിടെ ഇതിന്റെ ഉദ്ധരണി വരുന്നത്. യസ്അലൂനക അനിസ്സാഅത്തി, യസ്അലൂനക അനിസ്സാഅത്തി എന്ന് ആര് പറയുന്നു? നിന്നോട് അന്ത്യനാളിനെ കുറിച്ച് അവർ ചോദിക്കുന്നു എന്ന് ആരാ പറയുന്നത്? അല്ലാഹു പറയുന്നു. അല്ലാഹ് പറയാ. ബാക്കിയെല്ലാം അല്ലാഹുവിന്റെ വാക്കുകളാണ്. ഫീമ അൻത മിൻ ദിക്റാഹ, നിനക്ക് പറയാൻ എന്ത് അവകാശം? ഇലാ റബ്ബിക മുൻതഹാഹ, നിന്റെ രക്ഷിതാവിങ്കലേക്കാണ് നിന്റെ രക്ഷിതാവിങ്കലാണ് അതിന്റെ അന്ത്യം. ഇന്നമാ അൻത മുൻദിർ, നീ
മൻ യഖ്ഷാഹ അതിനെ ഭയപ്പെടുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാണ്. ഇവിടെ മുന്നറിയിപ്പ് ആര് നൽകും. പറഞ്ഞെന്നൊന്നും പറഞ്ഞില്ല. അപ്പൊ അതിന്റെ അർത്ഥം ബാക്കി അള്ളാഹ് എന്ന് പറയും. യഖ്ഷാഹ, യഖ്ഷയുടെ ഫേല് മാറി എന്താണ്? ഖശിയ ഷിയ ഖശിയ, ഖശിയ യഖ്ഷ. കഅന്നഹും യൗമ യറൗനഹ. അപ്പൊ ഈ കഅന്ന ആരുടെ സഹോദരിയാണ്? ഇന്നയുടെ അന്ന ആ, ഇന്ന ഇന്നയുടെ സഹോദരിയാ. അന്നയുടെ സഹോദരി എന്ന് പറയാൻ കുഴപ്പമില്ല. പക്ഷെ മൂത്തയാളിനാണ് ആദ്യം പറയേണ്ടത്. ഇന്ന ഇന്ന മൂത്തയാൾ ഇന്നയാണ്. അന്നവ കന്നാല ലൈക്കാല കിന്ന. ഇന്ന വന്ന കഅന്ന വലകിന്ന വലൈതലാൽ. ഓക്കെ, കഅന്നഹും യൗമ യറൗനഹ. കഅന്നഹും അവർ ആയതുപോലെയുണ്ട്. യൗമ യറൗനഹ അതിനെ കാണുന്ന ദിവസം. കാണുന്ന ദിവസം. ലം യൽബസു, ലബിസ ലബിസ യൽബസു. താമസിച്ചു താമസിച്ചിട്ടില്ല. ലബിസ താമസിച്ചു. താമസിച്ചിട്ടില്ല. താമസിച്ചിട്ടില്ലാത്തതുപോലെയുണ്ട്, ഉണ്ടാകും. പോലെ എന്ന് കഅന്നഹും, പറഞ്ഞപ്പോ എന്താ? കഅന്ന പോലെ, കാന്ന കാ പോലെ. കഅന്ന കാലോ കഅന്നയാണ്. കാന്ന കഅന്ന ഒരുമിച്ച് പറയണം. കഅന്ന ഒരു വാക്ക്, ഒരു സംഗതി, അതായത് പോലെ ഒറ്റപ്പദം. അപ്പൊ അവിടെ കായും ഒറ്റയ്ക്ക് പറയാൻ പോലെ പറ്റില്ല. തന്നെ. കഅന്നഹും യൗമ യറൗനഹ ലം യൽബസു. അവിടെ വരുമ്പോഴേ കഅന്ന ആശയം വരുള്ളൂ. അപ്പൊ താമസിച്ചിട്ടില്ലാത്തതുപോലെ അതിൽ അവർ സംസാരിച്ചില്ലേ? താമസിച്ചിട്ടില്ലാത്തത് പോലെ ആയിരിക്കും. ആയേ റഫീത്ത നോഫാക്ക് എനിക്ക് പണി വരില്ലേ? റഫീത്ത മൈക്ക് ഓഫാക്ക്. ഓഫായി. ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ഷാഹ കഅന്നഹും യൗമ യറൗനഹ ലം യൽബസു. അവർ താമസിച്ചിട്ടില്ലാത്ത പോലെ ഉണ്ടാകും. ഇല്ലാ സഅത്ത് ഇല്ലാ അശിയത്തൻ. അശിയത്ത് പ്രദോഷം ജീവിച്ചു. അശിയത്തുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമ്മൾ എല്ലാ ദിവസവും പറയാറുണ്ട്. അത്താഴം ഇഷ ഇഷ. ഇഷ ഇഷാംസ്കരിച്ചൊന്നും ചോദിക്കൂലേ? എല്ലാ ദിവസവും പറയണ്ടേ? ആശ ജീവിച്ചു എന്നല്ലേ? ആശ ജീവിച്ചു. ആശ ജീവിച്ചു. ഇവിടെ ആശയല്ല, അശിയത്താണ്. ആശയില് യാ വരുന്നില്ല. ആശയില് ഷീൻ അവസാനത്തെ അക്ഷരമല്ലേ? ഇപ്പൊ അഷിയ്യത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു യായം വരുന്നുണ്ട്. ഇഷാന്റെ സമയത്താണ് അഷിയ്യത്ത് എന്ന് പറയുന്നത്. പ്രദോഷം എന്ന് പറയാം. ഔ ദുഹാഹ അല്ലെങ്കിൽ അതിന്റെ പ്രഭാതം. ഒരു പ്രഭാതത്തിലോ ഒരു പ്രദോഷത്തിലോ അവർ ജീവിച്ചതുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ കാലുയ വരന മംബാസന മർക്കദിന എന്നൊക്കെ ചോദിച്ചില്ലേ? അപ്പൊ എന്താ അർത്ഥം? അവിടെ മർക്കദ് എന്ന് പറഞ്ഞാല് ചെറിയൊരു ഉറക്കമാണ്. അപ്പൊ ജീവിച്ചു എന്നുള്ള പോലെ സായാഹ്നം അർത്ഥം എങ്ങനെയാണോ വരുന്നത്? ഏത്? ആശ ജീവിച്ചു. പിന്നെ അഷിയത്തിന്റെ അർത്ഥം ഇപ്പൊ എന്താ അപ്പൊ വരിക? ആശയും അഷിയത്തും തമ്മിൽ ബന്ധമില്ലാന്ന് ആദ്യം പറഞ്ഞു. ആശയിലെ അവസാനത്തെ അക്ഷരം ഷീനാണ്. അഷിയത്തിൽ എന്തുണ്ട്? അവസാനം അയിനും ഷീനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായി? അത് രണ്ടും തുല്യപദമല്ല. അപ്പൊ അഷിയത്ത് എന്ന് പറഞ്ഞാൽ അറിയാത്ത വാക്കാണ് പ്രദോഷം. അപ്പൊ അത് അഷിയത്ത് അറിയില്ലെന്ന് എന്താ പറയാഞ്ഞത്? ഞാൻ ആശമെന്ന് പറഞ്ഞതായി വിചാരിച്ചു. അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. ഇനി ഓരോ വാക്കും നിങ്ങൾ ഒറ്റ വാക്ക് അർത്ഥം വെച്ച് നോക്കണം. അലൂന അവർ ചോദിക്കും, നോക്ക നിന്നോട് അൻ കുറിച്ച് സായത്ത് അന്ത്യനാൾ, അലൂനക്ക് അനിശായത്ത് അന്ത്യനാളിനെ കുറിച്ച് അവർ ചോദിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു നോക്കണം. പറഞ്ഞു നോക്കുമ്പോ ശരിയാകുന്നുണ്ടെങ്കിലേ എനിക്ക് അറിയാമെന്ന് വെച്ചാവും. ഇല്ലെങ്കിൽ ശരിയാവുന്നില്ലെങ്കിൽ ആ വാക്ക് എനിക്ക് അറിയാൻ പറ്റുന്നില്ലെന്ന് വിചാരിക്കണം. ഇല്ല അശീയത്തിന് എന്ന് പറഞ്ഞാല് ജീവിതമല്ലാതെ എന്നാണോ? അല്ല. ഇല്ല അശീയത്തൻ പ്രദോഷമല്ലാതെ, ഒരു വൈകുന്നേരമല്ലാതെ എന്നർത്ഥം. ഇവിടെ ഇഷ എന്ന് പറഞ്ഞ രാത്രി. സായാഹ്നം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആയിരിക്കും. സായാഹ്നം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം.
ഇപ്പൊ മലയാളം കൂടെ പഠിപ്പിക്കാം ഞാൻ. ഔ ദുഹാഹ, ദുഹ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് 3 or 4 വാക്ക് അറിയില്ലെങ്കിലും 80% സായാഹ്നം പൂർവാഹ്നം. പൂർവാഹ്നം എന്ന് പറഞ്ഞാൽ പ്രഭാതം, പ്രദോഷം. സായാഹ്നം പറഞ്ഞാൽ പൂർവാഹ്നം. അതാണ് ഈ പ്രദോഷം. പ്രദോഷം എന്ന് പറഞ്ഞാൽ പ്രഭാതം എന്ന് പറയും. പ്രഭാതം. അപ്പൊ അഷിയ്യത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഓപ്പോസിറ്റിന് അറബിയിൽ എന്ത് പറയും? വിദ്. ഷെദ്ദല്ല, വിദ്. വിദ്, ഗോദ്, സ്വാദ്, ഗോദ്, വിദ്. അറിഞ്ഞിരിക്കൽ നിർബന്ധമില്ല, പക്ഷെ അങ്ങനെയുള്ള സംഭവം. അപ്പോ വിപരീത പദങ്ങൾ പഠിക്കും. അഷിയത്ത്, വഹ. അഷിയത്തിന്റെ വിപരീതമാണ് വഹ. അയ്യാന, എപ്പോഴാണ്? അയ്യാന യാനി മത, എപ്പോൾ? മുർസാഹ, അതിന്റെ സംഭവിക്കൽ. ഫീമ അൻത, ഫീ അധികം മാ. ഫീമ അൻത മിൻ ദിക്റാഹ, നിനക്ക് പറയാൻ എന്തധികാരം? നീ എന്തവസ്ഥയിലാണുള്ളത്? ഫീമ അൻത, നീ ഏതവസ്ഥയിലാണുള്ളത്? മിൻ ദിക്റാഹ, അതേക്കുറിച്ച് പറയാൻ. ഇലാ റബ്ബിക മുൻതഹാഹ. അപ്പൊ അർസ, നേരത്തെ പറഞ്ഞ അർസയുടെ അർത്ഥം എന്താ പറഞ്ഞത്? അർസ ഉറപ്പിച്ചു നിർത്തി നമ്മള് പഠിച്ചു ആദ്യം. അപ്പം അതിന്റെ എന്തായിരിക്കും? മുർസ, അതിന്റെ കർത്താവ്. മുർസിനാണ് കർത്താവ്. അർസ ഉറപ്പിച്ചു നിർത്തി. മുർസിൻ ഉറപ്പിച്ചു നിർത്താൻ നിർത്തപ്പെടുന്നത്. മഫ്ഊലാണ് മുർസൻ. മഫ്ഊലാണ് മുർസൻ. സംഭവിക്കപ്പെടുന്നത്, ഉറപ്പിച്ചു നിർത്തപ്പെടുന്നത്. അപ്പോ ആ അർത്ഥത്തിലാണ് സംഭവിക്കൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഭവിക്കൽ, സംഭവ്യം. ഫീമ അൻത മിൻ ദിക്റാഹ ഇലാ റബ്ബിക മുൻതഹാഹ, അതിന്റെ അന്ത്യം. ഓക്കെ. ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹ. യഖ്ശ എന്താ? ഭയപ്പെട്ടു. 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 അഷിയ്യത്തിന് അത് പുല്ലിംഗമായിട്ട് ഉപയോഗിക്കും കേട്ടോ. അഷിയ്യൻ എന്ന് ഉപയോഗിക്കും. അഷിയ്യൻ എവിടെ വന്നിട്ടുണ്ട്? അഷിയ്യൻ. ഓക്കെ. يوم تقوم الساعة يقسم المجرمون ما لبثوا غير ساعة എന്ന് പറയും. അപ്പൊ ഇവിടെ സാഅത്ത് എന്നുള്ള ഒരു മണിക്കൂർ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ലബിസു, മാ ലബിസു ഗൈറ സാഅത്ത്, ഞങ്ങൾ അവർ ഒരു മണിക്കൂറേ താമസിച്ചിട്ടുള്ളൂ, കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്ന് അവർ പറയും. യുഖ്സിമുൽ മുജ്രിമൂന എന്നാണ് അവർ സത്യം ചെയ്ത് പറയുന്നത്. 1 മണിക്കൂറിലേ ആയിട്ടുള്ളൂ, ഇപ്പോഴങ്ങോട്ട് ഞങ്ങൾ കിടന്നല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. يوم يحشرهم كأن لم يلبثوا إلا ساعة من نهار. പകലിന്റെ ഒരു നാഴിക. അതെ, പകലിന്റെ ഒരു സമയം, 1 മണിക്കൂറെ ഞങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്ന് ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളെന്ന് വിചാരിക്കും മനുഷ്യൻ. ഓക്കെ. നമ്മള് പഠിച്ചുകൊണ്ടിരുന്ന ഓർമ്മയുണ്ടല്ലോ? എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? അതല്ല ഇന്നയുടെ സഹോദരിമാരെ കഴിഞ്ഞു. നമ്മള് നമ്മള് ക്രിയകൾ പഠിക്കണം. ക്രിയകൾ എന്തായിരുന്നു പഠിച്ചത്?
അക്ഷര ഗ്രൂപ്പിലുള്ള കുറെ ക്രിയകൾ നമ്മൾ പഠിച്ചു. ഇൻതഹ, ഇഹ്തദ ഒക്കെ ആ പഠിച്ചു. ഇസ്തജാബ, ഇസ്തതാ. എല്ലാം പഠിച്ചോ? അതൊക്കെ ഇസ്തഖാമ. നോക്കിയാണ് എഴുതി വെച്ചിന്, മൊത്തം എഴുതി വെച്ചിന് എല്ലാം. ഓക്കെ. എല്ലാം എഴുതി വെച്ച്. അപ്പൊ അഹിയയുടെ അർത്ഥം എന്താണ്? ജീവൻ നൽകി. ജീവൻ നൽകി. അഹിയ ജീവൻ നൽകുന്നവൻ എന്നിങ്ങനെ പറയും. മുഹീൻ, മുഹീൻ. മുഹീൻ. മാഷാ അല്ലാഹ്. അവൾ ജീവൻ നൽകി എന്നിങ്ങനെ പറയും. ഹിയ അഹിയൈ- അഹിയത. അഹിയൈത. യാ വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. അഹിയത. അപ്പൊ യാ വേണോ? യാ അഹിയത. ഒഴിവാക്കി പറയും. ഹിയ അഹിയത്ത്. ഹിയ അഹിയത്ത്. ഹിയ അഹിയത്ത്. ഹിയത ഹി. ഹിയത്ത് അഹിയല്ല. ഹിയതു ഹിയ. ഹിയത്തു ഹി. ഹിയ അഹിയത്ത്. അഹിയത്ത് തന്നെ. അത് തെറ്റി പോയി പറഞ്ഞു. സമ്പന്നനാക്കി എന്നുള്ള വാക്കെന്താണ്? അവന. നീ സമ്പന്നനാക്കൂ എന്നെങ്ങനെ പറയും? മുവിൻ. നീ സമ്പന്നനാക്കൂ. അവനു. അവനു. നീ സമ്പന്നനാക്കൂ. അവനു. എന്നിങ്ങനെ കിട്ടി? യവന. നീ കേട്ടില്ല. അഗ്നി, അഗ്നി, അഗ്നു. ലാ തോന്നി, ലാ തോന്നി. അപ്പൊ നിങ്ങൾ അവരെ സമ്പന്നരാക്കൂ എന്നെങ്ങനെ പറയും? നിങ്ങൾ അവരെ സമ്പന്നരാക്കൂ. അൻതും വേണോ? നമ്മള് ക്രിയ പഠിക്കുമ്പോ അൻതിന്റെ ആവശ്യമുണ്ടോ? അവനാഹും. സമ്പന്നനാക്ക. കസബ. കസബയോ? കസബ സമ്പാദിക്കലാണ്. റബ്ബന അരിന എന്താ അർത്ഥം? ഞങ്ങളെ കാണിച്ചു തരണമേ. ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ. അരി ഞങ്ങൾക്ക് നീ കാണിച്ചു. ഖുർആനിൽ വായിച്ചിട്ടുണ്ട് അരിനാന്ന്. അരിന മനാസിക്കന വതുബ് അലൈന. അരിന മനാസിക്കന വതുബ് അലൈന. വത്തുബല്ല കേട്ടോ. വാക്ക് തുബ് എന്നാണ് എല്ലാരും പറയുന്നത്. എല്ലാ ഉസ്താദുമാരും പറയുന്നത് വത്തുബ് അലൈന. വാ വേറെയാണ്. വത്തുബ് അലൈന. തുബ് അലൈന. ഓക്കെ. അതേപോലെ റബ്ബന അരിനല്ലദീന അദല്ലന മിനൽ ജിന്നി വൽ ഇൻസ്. അഹാത എന്താ അർത്ഥം? വലയം ചെയ്തു. വലാ യഹീതൂന എന്താ അർത്ഥം? വലയം ചെയ്യുകയില്ല. അവർ വലയം ചെയ്യുകയില്ല. അവർ വലയം ചെയ്യുകയില്ല. യാതൊന്നും. അവരുടെ അവന്റെ അറിവിൽ നിന്ന് അവർക്ക് ഒരു അറിവും ലഭിക്കുകയില്ല. അവർക്കൊന്നും തന്നെ ലഭിക്കുകയില്ല. കേട്ടാ? അതെവിടെ ഉള്ളത്? ആമന റസൂൽ. റബ്ബന അമത്തന സ്നതൈൻ. റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ നീ മരിപ്പിക്കണമേ. അമത്തന സ്നതൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം മരിപ്പിക്കുന്നു. അമത്തന എന്ന് പറഞ്ഞാൽ മരിപ്പിക്കണം എന്നാ? അല്ല, ഞങ്ങളെ അമത്ത എന്ന് പറഞ്ഞാൽ മരിപ്പിക്കണം എന്നാണോ? അമത്ത
അമർത്തും നീ അമർത്ത നീ അവൻ മരിപ്പിച്ചു. നീ മരിപ്പിച്ചു നീ മരിപ്പിച്ചു. നീ മരിപ്പിച്ചു. അമർത്ത നീ മരിപ്പിച്ചു അമർത്ത് നിങ്ങൾ മരിപ്പിച്ചു നീയല്ല നീ മരിപ്പിച്ചു നീ ഞങ്ങളെ മരിപ്പിച്ചു. നീ ഞങ്ങളെ മത്ത മരിപ്പിക്കുമ്പോൾ നീ ഞങ്ങളെ മരിപ്പിച്ചു. അമത്തന നീ ഞങ്ങളെ മരിപ്പിച്ചു. ഇസ്നത്തൈനി 2 തവണ. 2 അപ്പൊ ഇങ്ങനെ ഖുർആൻ ഇങ്ങനെയൊക്കെ അർത്ഥം തെറ്റിച്ച് വായിച്ചാൽ ആൾക്കാർ കുറ്റം പറയും. നിങ്ങൾ ഇത്രയും നാളെ പഠിച്ചിട്ട് ഇങ്ങനെയാണ് പറയുന്നതെന്ന്. അപ്പൊ ഞങ്ങളെ മരിപ്പിക്കണമേ എന്ന് എങ്ങനെ പറയും? അമിത്ന അമിത്തിന നീ ഞങ്ങളെ മരിപ്പിക്കണമേ. അപ്പൊ അമത്തിന എന്ന് പറഞ്ഞാലോ? അമത്തനയുടെ അർത്ഥം എന്താ പറഞ്ഞത്? ഞങ്ങൾ മരിച്ചു. അമത്തനയുടെ അർത്ഥം എന്താ പറഞ്ഞത്? അമിത്തിന നമ്മള് പഠിച്ചു ഞങ്ങളെ ചോദിക്കുന്നത് മരിപ്പിച്ചു. മാത്രമാണ്. അമത്തന അവൻ ഞങ്ങളെ മരിപ്പിച്ചു. അമത്ത അവൻ മരിപ്പിച്ചു. അമത്ത നീ മരിപ്പിച്ചു ഞാൻ ഞങ്ങളെ. അമത്തന നീ ഞങ്ങളെ മരിപ്പിച്ചു. റബ്ബന അമത്തന റബ്ബെ നീ ഞങ്ങളെ ഞങ്ങളുടെ റബ്ബെ നീ ഞങ്ങളെ മരിപ്പിച്ചു. അമത്ത് അമത്ത് ഒരു ചായയുള്ള ഇവിടെ. നീ മരിപ്പിച്ചു നീ അതൊക്കെ അങ്ങനെ അമത്തിന അമത്തിന മനസ്സിലാവില്ല. മനസ്സിലാകാത്ത എന്താ? ലാമത്തിന ഞങ്ങളെ നീ മരിപ്പിക്കണേ. അത് പറഞ്ഞു നോക്ക. അമാത്ത അമാത്തു അമത്ത അമത്തും അമത്ത് അമത്തിന എന്തായി? ഞങ്ങളെ അവൻ മരിപ്പിച്ചു. അമാത്ത അവൻ മരിപ്പിച്ചു. ഞങ്ങളെ അമാത്തു അവൻ ഞങ്ങളെ മരിപ്പിച്ചു. മരിപ്പിച്ചു. ഞങ്ങൾ പറഞ്ഞു നോക്ക്. അമാത്ത അവൻ മരിപ്പിച്ചു. അമാത്തു അവർ മരിപ്പിച്ചു. അമത്ത നീ ഞങ്ങൾ മരിപ്പിച്ചു. അമത്തും മരിപ്പിക്കപ്പെട്ടു. ഞങ്ങൾ മരിക്കപ്പെട്ടു. അമത്തിന ഞങ്ങൾ മരിപ്പിച്ചു ഞങ്ങൾ അവൻ ഞങ്ങളെ മരിപ്പിച്ചു. അവൻ ഞങ്ങളെ മരിപ്പിച്ചു. അവനെന്നോട് തെറ്റി. അവനില്ല. അമത്തു ഞാൻ മരിച്ചു. അമത്തിന ഞങ്ങൾ മരിച്ചു. അല്ല ഞാൻ മരിച്ചു. അമത്തിന ഞങ്ങൾ മരിച്ചു. അമത്തു ഞാൻ അമ്മാത്ത അവൻ മരിപ്പിച്ചു. അപ്പൊ അമത്തിന അവൻ ഞങ്ങളെ മരിപ്പിച്ചു. അമ്പത്തിന ഞങ്ങൾ ഇടയ്ക്ക് നിങ്ങൾ വേറെന്തോ പണി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അമത്തിന ഞങ്ങൾ മരിപ്പിച്ചു എന്നാണല്ലോ. അവൻ എങ്ങനെയാ അവിടെ വരിക? ഞങ്ങൾ മരിപ്പിച്ചു. ഞങ്ങൾ മരിപ്പിച്ചെന്നേ വരുള്ളൂ. അമ്മാത്ത അവൻ മരിപ്പിച്ചു. അമത്തു ഞാൻ മരിപ്പിച്ചു. അവനില്ല ഞങ്ങളെ മരിപ്പിച്ചു. ഞങ്ങൾ മരിപ്പിച്ചു. ഞങ്ങൾ മരിപ്പിച്ചു. ഞങ്ങൾ മരിപ്പിച്ചു. അവനില്ല. സോറി തെറ്റി. അപ്പൊ ഇതിന്റെ മാത്രം അമാത്തയുടെ മാത്രം എന്ത് ചെയ്യണം? അമാത്തയുടെ മാത്രം മലയാളവും അറബിയും കൂടെ എഴുതണം കേട്ടോ. ടൈപ്പിംഗ് അല്ല പറയലുമല്ല. അമാത്ത അമാത്തു അമത്ത അമത്തു. അപ്പൊ മലയാളം എഴുതണം. അമാത്ത അവൻ മരിപ്പിച്ചു. അമാത്തു അവർ മരിപ്പിച്ചു. അമത്ത നീ മരിപ്പിച്ചു. അമത്തും നിങ്ങൾ മരിപ്പിച്ചു. അമത്തു ഞാൻ മരിപ്പിച്ചു. അമത്ത ഞങ്ങൾ മരിപ്പിച്ചു. ഇല്ല നമ്മള് പത്താന വിളിച്ചേ. യുമീത്തു അവർ മരിപ്പിക്കുന്നു. യുമീത്തൂന അവർ മരിപ്പിക്കുന്നു. തുമീത്തു നീ മരിപ്പിക്കുന്നു. തുമീത്തൂന നിങ്ങൾ മരിപ്പിക്കുന്നു. ഉമീത്തു ഞാൻ മരിപ്പിക്കുന്നു. ഉമീത്തു ഞങ്ങൾ മരിപ്പിക്കുന്നു. അമിത് നീ മരിപ്പിക്കൂ. അമീത്തു നിങ്ങൾ മരിപ്പിക്കില്ല. തുമിത് നീ മരിപ്പിക്കരുത്. തുമീത്തു നിങ്ങൾ മരിപ്പിക്കരുത്. മുമീത്തിൽ മരിപ്പിക്കുന്നവൻ മുമാത്തിൽ മരിപ്പിക്കപ്പെടുന്നു. ഇമാത്തത്തിൽ മരിപ്പിക്കൽ. യമാത്തത്ത് അവൾ മരിപ്പിച്ചു. ഹീയ തുമീത്തു അവൾ മരിപ്പിക്കുന്നു. ഇതേപോലെ ടിപ്പ് 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 ടപ്പ് 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 അങ്ങനെ പറഞ്ഞു കൊടുക്കും. എഴുതി വെച്ചെല്ലാം എല്ലാം ഓക്കെ ആണോ? ഇതൊക്കെ എഴുതി വെച്ചില്ല. ഒരാൾ പറയും.
അമാത്ത അമാത്തു അമത്ത അമത്തും അറബി മലയാളം പറയാം, അറബി മലയാളം പറയാം. അമാത്ത അവൻ മരിപ്പിച്ചു, അമാത്തു അവർ മരിപ്പിച്ചു, അമത്ത നീ മരിപ്പിച്ചു, അമത്ത് നിങ്ങൾ മരിപ്പിച്ചു, അമത്തു ഞാൻ മരിപ്പിച്ചു, അമത്തിനാൽ ഞങ്ങൾ മരിപ്പിച്ചു. തീർന്നോ? തുമീത്തു അവൻ മരിപ്പിക്കുന്നു, യുമീത്തൂൻ അവർ മരിപ്പിക്കുന്നു, തുമീത്തു നീ മരിപ്പിക്കുന്നു, തുമീത്തുനെ നിങ്ങൾ മരിപ്പിക്കുന്നു, ഉമീത്തു ഞാൻ മരിപ്പിക്കുന്നു, നുമീത്തു ഞങ്ങൾ മരിപ്പിക്കുന്നു. ഉം. തുമീത്തു. ശ്വാസം വിടാതെ പറയണം. അമിത് നീ മരിപ്പിക്കൂ, അമീത്തു നിങ്ങൾ മരിപ്പിക്കൂ, ലാ തുമീത്തു നീ മരിപ്പിക്കരുത്, ലാ തുമീത്തു നിങ്ങൾ മരിപ്പിക്കരുത്, മുമീത്തുൻ മരിപ്പിക്കുന്നവൻ, മുമാത്തുൻ മരിപ്പിക്കപ്പെടുന്നത്, ഇമാത്തത്തുൻ മരിപ്പിക്കൽ, യ അമാത്തത്ത് യ തുമീത്തു. അമാത്തത്ത് അവൻ മരിപ്പിച്ചു, യ തുമീത്തു അവൾ മരിപ്പിച്ചു, യ തുമീത്തു പിന്നെ അവർ മരിപ്പിക്കും. ബാക്കി 10 പേരെ ഇത് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു പഠിക്കണം കേട്ടോ. അപ്പൊ നമ്മളിവിടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. 9:30 തീരുമെന്ന് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്. 9:30 തീർക്കുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ ആയിരിക്കും. അടുത്ത ക്ലാസ്സുകൾ മുതൽ നമ്മൾ 9:30 തീർക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് ബാക്കി 1-2 വോയിസ് ക്ലിപ്പ് ഇട്ടാലും അതുകൂടെ പഠിക്കണം. ക്രിയകളുടെ അതേപോലെ ഈ പഠിച്ച ക്രിയകളുടെ എല്ലാത്തിന്റെയും 6 രൂപങ്ങൾ അമാത്തു, യുമീത്തു, അമിത്, പിന്നെ 6 രൂപങ്ങൾ എന്താ പറയുക? മുമീത്തും മുമാത്തും ഈമാത്തത്തും. 6 രൂപങ്ങൾ നമ്മൾ പറഞ്ഞു പഠിച്ചില്ലേ? 6 രൂപങ്ങൾ അമാത്തു, യുമീത്തു, അമിത്, മുമീത്തും മുമാത്തും ഈമാത്തത്തും. അങ്ങനെ പറഞ്ഞു പഠിക്കും. അഞ്ച യുഞ്ചി അഞ്ചി മുഞ്ചിൻ മുഞ്ചൻ ഇഞ്ച. പറഞ്ഞു പഠിക്കണം. ഞാൻ നിങ്ങളെ പോലെ ഞാൻ പണ്ട് പഴയ പാഠത്തിൽ പഠിച്ചിട്ടുള്ള. അപ്പം എത്ര പറഞ്ഞാലും പഴയ പാഠമേ പറയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? പിന്നെ പുതിയ പാഠം നമ്മൾ പറഞ്ഞു പഠിച്ചത്. പൂർണ്ണക്രിയ അപൂർണക്രിയയും പിന്നെ നിങ്ങൾ എപ്പോഴും പഠിപ്പിക്കാൻ തുടങ്ങി അപ്പോഴാണ് പിന്നെ കർത്താവ് കർമ്മം ക്രിയാധാതു അല്ലേ? 6 അതേപോലെ. ഓക്കെ. അമാത്ത യുമീത്തു അമിത് മുമീത്തിന് മുമാത്തിന് ഇമാത്തത്തിന്. അപ്പൊ ഇതിന്റെ മാത്രമല്ല, അമാത്തയുടെ 21 രൂപങ്ങളും അറബിയും മലയാളവും എഴുതി ഗ്രൂപ്പിലെഴുതാം. കൂടാതെ അഡീഷണൽ തരുന്ന ക്രിയകളും പഠിക്കുകയും അതെന്താ ചെയ്യാൻ പറയുന്നത് അതനുസരിച്ച് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? 6 രൂപങ്ങൾ ഇതുവരെ പഠിച്ച എല്ലാ ക്രിയയുടെയും 6 രൂപങ്ങൾ എഴുതണം. ടേബിൾ ഇങ്ങനെ മുകളിൽ താഴോട്ട് 6 രൂപങ്ങൾ എഴുതണം. മുകളിൽ താഴോട്ട് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം വലത്തിനടുത്തോട്ട് എഴുതണം. ഓരോന്നും വലത്തിനടുത്തോട്ട് എഴുതണം. അമാത്ത എഴുതുമ്പോൾ അമാത്ത യുമീത്തു മുമീത്തും മുമാത്തും, അമാത്ത യുമീത്തു അമിത് മുമീത്തും മുമാത്തും ഇമാത്തത്തും. അങ്ങനെ 6 നിരത്തി എഴുതണം. അതിന്റെ താഴെ അഞ്ച യുഞ്ചി അഞ്ചി മുഞ്ചിൻ മുഞ്ചൻ ഇഞ്ച. അത് അങ്ങനെ 6 രൂപങ്ങൾ കൊണ്ടുവന്നിട്ട് താഴെ മറ്റ് ഓരോ ക്രിയകളുടെയും ഗ്രൂപ്പിൽ ഇട്ടില്ലാന്നേ ഉള്ളൂ, മൊത്തമായിട്ട് എഴുതി. ഓക്കെ. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞത് ഇവിടെ എന്തായിരുന്നു പറഞ്ഞത്? അപ്പൊ അന്ത്യനാൾ സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് കരുതി വെച്ചിട്ടുണ്ട് എന്നത് ഒരു സുപ്രധാനമായ വിഷയമാണ്. ഇന്നിപ്പോൾ എന്താ സ്ഥലത്തിന്റെ പേര്? വയനാട്. പിന്നെ അതെ, വയനാടില് സ്ഥലത്തിന്റെ പേരൊക്കെ പറഞ്ഞു. മുണ്ടക്കൈ. ഏതായിരുന്നാലും അവര് മുണ്ടക്കൈ അവര് രാത്രി കിടന്നുറങ്ങിയതായിരുന്നു. സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുകയായിരുന്നു. പിന്നീട് കുറച്ചുപേര് എഴുന്നേറ്റു, കുറച്ചുപേര് എഴുന്നേറ്റില്ല. കുറച്ച് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവരുടെ ഉമ്മയെ കണ്ടില്ല, വാപ്പയെ കണ്ടില്ല, മകനെ കണ്ടില്ല, മകളെ കണ്ടില്ല, ചുറ്റവരെ കണ്ടില്ല, ഉടയവരെ കണ്ടില്ല. ഇതൊക്കെ ആർക്ക് എപ്പോഴും സംഭവിക്കാവുന്നതാണ്. നിങ്ങളെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയും എന്നതിൽ നിന്നും നിങ്ങൾ നിർഭയരാണോ? നിങ്ങൾക്ക് ചരൽമഴ നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടും എന്നതിൽ നിന്നും നിങ്ങൾ നിർഭയരാണോ? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ട് പ്രസക്തമാണ്? നിരപരാധികളായ കുഞ്ഞുങ്ങളെയും പെണ്ണുങ്ങളെയും പുരുഷന്മാരെയും
നിരപരാധികൾ അവരെ അവരുടെ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കുകയും അവരുടെ വീടുകൾ തകർത്ത് കളയുകയും എന്നിട്ടും പോരാഞ്ഞിട്ട് അവരെ അറുകല നടത്തുകയും ചെയ്തപ്പോ ആരെങ്കിലും ചോദിച്ചു നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വീണോ? സങ്കടം തോന്നിയോ? തോന്നിയില്ല. ഇപ്പൊ കിടന്നുറങ്ങിയപ്പോ എഴുന്നേറ്റ് വന്നപ്പോ വീടില്ല, കുളിരില്ല, രണ്ട് നാട് അമ്പലമില്ല, മൊത്തം ക്ഷേത്രമില്ല, പോയി. പള്ളിയില്ല, ഒന്നുമില്ല, സ്കൂളും ആശുപത്രിയൊന്നുമില്ല, എല്ലാം തകർന്നു. ഇതൊക്കെ എപ്പോഴും സംഭവിക്കാവുന്നതാണ് എന്ന ഓർമ്മപ്പെടുത്തലുകളാണ്. മാത്രമല്ല ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ അവരോട് ഒത്തുനിൽക്കാൻ അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ, ക്രൂരന്മാർക്കെതിരെ കൈ ഉയർത്താൻ, അക്രമികൾക്കെതിരെ ശബ്ദിക്കാൻ സന്നദ്ധരാകണം നമ്മൾ. അല്ലാഹു സഹായിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ആമീൻ. വഖിനാ അസാബന്നാർ برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين. الى اللقاء باذن الله. ആമീൻ. السلام عليكم ورحمه الله وبركاته. വലൈക്കും അസ്സലാം.